നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ നല്ല പ്രഭാതം നമുക്ക് തിരുവചനവുമായിട്ട് ആരംഭിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ നമുക്ക് കരുത്ത് നൽകുന്ന, നമ്മൾ തളർന്നു പോകാതെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് നമ്മെ സഹായിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രഭാതമനയുടെ ചിന്താവിഷയം ഗംഭീരമായ വരവേൽപ്പ് എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. തീത്തോസ് 2:12-13. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ പ്രത്യാശയെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവൻ ക്രൈസ്തവ ലോകത്തിന്റെയും പ്രത്യാശയാണ് കർത്താവിന്റെ 2-ാം വരവെന്ന് പറയുന്നത്. കർത്താവിന്റെ 2-ാം വരവ് അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണ് കാരണം? കർത്താവ് ഒന്നാമത് വരുമെന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അത് നടന്നിട്ടുണ്ട്. 1-ാം വരവിനെ സംബന്ധിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്ന എല്ലാ പ്രവചനങ്ങളും കൃത്യമായി നിറവേറിക്കൊണ്ടാണ് കർത്താവ് ഒന്നാമത് വന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം പ്രവചനങ്ങൾ കർത്താവിന്റെ 2-ാം വരവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവമക്കളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് കർത്താവിന്റെ 2-ാം വരവ്. ഒരു വിദേശ രാഷ്ട്രത്തിന്റെ തലവൻ അമേരിക്ക സന്ദർശിച്ചാൽ അവർക്ക് ഏറ്റവും സവിശേഷമായ ഒരു വരവേൽപ്പാണ് നൽകുന്നത്. വിമാനത്താവളത്തിൽ വച്ച് തന്നെ ചുവന്ന പരവതാനി വിരിച്ച് അവരെ വരവേൽക്കും. അപ്പം ഏറ്റവും ഉന്നതമായ രാഷ്ട്ര തലവന്മാർക്കും പ്രധാന വ്യക്തികൾക്കും മാത്രമാണ് ഇങ്ങനെ ഒരു വരവേൽപ്പ് കൊടുക്കുന്നത്. എന്നാൽ നമുക്കറിയാം, കർത്താവിന്റെ 2-ാം വരവിൽ നമുക്ക് ലഭിക്കുന്ന വരവേൽപ്പ് അത് എത്രയോ ഗംഭീരമായിരിക്കും. അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അല്ലെങ്കിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇങ്ങനെയുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ, വർണ്ണ വർഗ ലിംഗ ഭേദം ഒന്നുമില്ലാതെ സകല വിശുദ്ധന്മാർക്കും ഗംഭീരമായ വരവേൽപ്പാണ് നൽകുന്നത്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർക്കും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും ഒരുപോലെ രൂപാന്തരം പ്രാപിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:53 വാക്യം. 1 കൊരിന്ത്യർ 15:53 ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. അപ്പം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ കാൽവറിയുടെ കുലക്കളത്തിൽ പരാജയപ്പെടുത്തിയ കർത്താവ് മരണത്തിന്റെ വിഷമുള്ള നീക്കി നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്ന സുന്ദരമായ ഒരു ദിനമാണ് കർത്താവിന്റെ 2-ാം വരവ്. ഈ കർത്താവിനെ എതിരേൽപ്പാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കേണ്ടുന്ന ഒരു വലിയ പരമാർത്ഥമായ ഒരു കാര്യമാണ്, ഈ കർത്താവിനെ എതിരേൽക്കുവാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അതിനായിട്ട് ഒരുങ്ങണം. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതാ. കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു പുതിയ ദിവസം കൂടെ ദൈവം ദാനം തന്നത് ഓർത്തിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു പിതാവേ. അടിയങ്ങൾക്ക് തരുന്ന ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസവും അത് ദൈവത്തിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിന്റെ 2-ാം വരവിൽ കാണപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ജീവനോടെ ഈ ഭൂമിയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ, അവിടുന്ന് മേഘാരൂഢനായി കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവിനെ എതിരേൽപ്പാൻ വരുന്നവരുടെ കൂട്ടത്തിൽ അടിയങ്ങളും കാണപ്പെടുവാൻ എൻ്റെ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ. അതുകൊണ്ട് അടിയങ്ങളുടെ ജീവിതത്തെ പുനർപരിശോധിച്ച് ദൈവത്തിന്റെ ഹിതകരമായ ജീവിതത്തിലാണോ അല്ലയോ ജീവിക്കുന്നതെന്ന് പരിശോധിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ്റെ നല്ല സാക്ഷികളായി ജീവിപ്പാടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന പിതാവേ, സൗഖ്യദായകന്റെ യേശു ആകയാൽ നന്ദിയോടെ സ്തോത്രം.
ഇന്ന് പകൽക്കാലം കർത്താവ് അവർക്ക് ആശ്വാസദായകനായി, സൗഖ്യദായകനായി, നല്ല സഖിയായി കർത്താവ് കൂടെ ഇരുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റു പ്രയാസങ്ങളിലൂടെയും ദുഃഖത്തിലൂടെ ഒക്കെ കഴിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്കൊക്കെ ആശ്വാസകരമായ നല്ല ദിനങ്ങളെ നൽകി ദൈവം മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ അപ്പ. അടിയങ്ങളുടെ ആവശ്യങ്ങൾ, അടിയങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ, അടിയങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ കർത്താവെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരുന്ന് അടിയങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അടിയങ്ങളെ നടത്തണം, വരവിനായി ഒരുക്കണം. പ്രാർത്ഥനയും അതിനും കേട്ടതിനായ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കുമാറാകണമേ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.